കഴിച്ചിട്ട് അറിയാം ബാക്കി കാര്യങ്ങൾ. എന്തായാലും മൂഡ് പോലെയൊക്കെ അനുസരിച്ചിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ഓക്കെ. നമ്മുടെ വിസ ആപ്ലിക്കേഷൻ ക്ലിയറായി. അതായത് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ദിവ്യയാണ് എന്നെ ഇൻവിറ്റേഷൻ, നമ്മൾ വിസിറ്റർ വിസ അപ്ലൈ ചെയ്തത്. അപ്പോൾ ദിവ്യയാണ് നമ്മുടെ ഇൻവിറ്റേഷൻ ലെറ്ററിൽ ദിവ്യ ഇൻവൈറ്റ് ചെയ്യുന്ന പോലെയാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ദിവ്യ സ്റ്റിൽ ഇൻ ഇന്ത്യയിലാണ്. ദിവ്യയ്ക്ക് അതുപോലെ റെസിഡൻസ് പെർമിറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സംശയം ഇതുള്ളതുകൊണ്ട് ആപ്ലിക്കേഷൻ അവർ വേണമെങ്കിൽ പ്രൊസീഡ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ വിസ റിജക്റ്റ് ആവുന്ന പിന്നെ വേറൊരു കാര്യം ഉണ്ടാകും, നമ്മുടെ ഫോട്ടോയ്ക്ക് അതും ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഫോട്ടോ ഷെൻജൻ എന്നുള്ള സ്പെസിഫിക്കേഷൻ ആയിരുന്നില്ല. അതിനായിട്ട് സമയം തന്നായിരുന്നു. പിന്നെ വേറൊരു കാര്യം ഉണ്ടായിരുന്നു, നമ്മുടെ എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണം 3 മാസത്തെ. അത് നമ്മൾ വച്ചിട്ടില്ലായിരുന്നു. അതുപോലെ ഐറ്റിനറിയിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. 90 ദിവസം ഉള്ളത് ഞങ്ങൾ ജസ്റ്റ് 3 മാസം നോക്കി എടുത്തപ്പോൾ 92 ദിവസത്തെ ട്രാവൽ നമ്മൾ ബുക്ക് ചെയ്തു. അപ്പോൾ ബേസിക്കലി നമുക്കിതൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു 30 മിനിറ്റ് സമയം അവർ തന്നിരുന്നത് ചെയ്യുകയും ചെയ്യായിരുന്നു. പക്ഷേ ഇൻ കേസ് ഈ ദിവ്യ ഇൻവൈറ്റ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നൊരു പേരുകൊണ്ട് വിസ റിജക്റ്റ് ചെയ്തുള്ള സീല് വരാനായിട്ട് ദിവ്യക്ക് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് നമ്മൾ തൽക്കാലം അത് വേണ്ടെന്ന് വെച്ചു. അല്ലെങ്കിൽ നമ്മുടെ പ്ലാൻ അനുസരിച്ച് ഒന്നെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം ദിവ്യ അവിടെ പോയിട്ട് റെസിഡൻസ് പെർമിറ്റ് കിട്ടിയതിന് ശേഷം ലോങ് ടൈം വിസയ്ക്ക് അപ്ലൈ ചെയ്യുക. അതിന് മുന്നേ എനിക്ക് 2 ഗവൺമെൻറ് എക്സാമുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ എഴുതാം, വേണ്ടി പ്രിപ്പയർ ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ നിക്കോളാസ് എൻ്റെ ഇൻവിറ്റേഷൻ ലെറ്റർ വെച്ചിട്ട് വീണ്ടും അപ്ലൈ ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് വിസിറ്റർ വിസ തന്നെ എടുത്ത് വയ്ക്കുക. അതിനുശേഷം എക്സാം എഴുതുക. എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഒക്ടോബറിൽ പോകാം. ഇങ്ങനെയുള്ളതാണ് അടുത്തൊരു ഓപ്ഷൻ. എനിവേ ഇറ്റ് വാസ് അൺഫോർച്ചുനേറ്റ്. നമ്മൾ വിചാരിച്ചു ഇതെല്ലാം സ്മൂത്തായിട്ട് പോകുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ അനദർ പ്രശ്നം. സോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നിരാശനായിട്ടിരിക്കുമ്പോൾ നമ്മൾ നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അങ്ങനെ പുട്ടും ചിക്കൻ കറിയൊക്കെ ആയിട്ട് നല്ലൊരു ചെറിയൊരു കടയായിരുന്നു. അത് രുചിയുള്ള നല്ല തലശ്ശേരി മലബാർ ഫുഡ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പെട്ടെന്ന് ഓർത്തെ ആണെങ്കിലും നമുക്ക് എന്താ ഇതൊക്കെ എന്തായാലും സ്വിച്ചിന് പോകുന്നതിന് മുന്നേ ചെറിയൊരു ഷോപ്പിംഗ് നടത്തണം എൻ്റെ അടുത്ത് കുറേ നാളായി പറയുന്നു. അപ്പോൾ വിചാരിച്ച് ഓക്കെ എന്തായാലും കൊച്ചി വരെ വന്ന് എറണാകുളം വരെ വന്ന് ലുലുമാൾ ഇവിടെ ഉണ്ട്, പോയി ഇതിലേക്ക് വേണ്ട എല്ലാ സാധനവും കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ പോയി നേരെ ഹൈപ്പർ മാർക്കറ്റിൽ പോയി ഒരു മെഗാ ഷോപ്പിംഗ് നടത്തി. ഏകദേശം 14,000 രൂപയ്ക്കാണ് നമ്മൾ ഷോപ്പിംഗ് നടത്തിയിട്ടുണ്ട്. സീസണിൽ പോകുമ്പോൾ വേണ്ട കുറേ മസാലകൾ, കുറേ സ്റ്റേഷനറി ഐറ്റംസ്, പിന്നെ കുറച്ച് ഫുഡ്, ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കാനായിട്ട് ഫുഡ് വാങ്ങി. അങ്ങനെ എല്ലാം കൂടെ ഒരു അത്യാവശ്യം വലിയൊരു ഷോപ്പിംഗ് ആയിരുന്നു. കുറേ ഐറ്റംസ് ഉണ്ട്. 2 ബോക്സും കൂടെ വാങ്ങിച്ചുകൊണ്ട് നമുക്ക് ഇതെല്ലാം ബോക്സിലെല്ലാം വെച്ചിട്ടുണ്ട്. നമ്മൾ രണ്ട് ബോക്സ് വാങ്ങിക്കൊണ്ട് ആ ബോക്സിനകത്ത് തന്നെ എല്ലാം വെച്ച് അലമ്പായില്ല. ഇനിയിപ്പോൾ നെക്സ്റ്റ് എന്ത് ചെയ്യണമെന്നുള്ളത് നെക്സ്റ്റ് ഇനിയുണ്ട്. നമുക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാനോ ദിവ്യക്ക് വേറെ എന്തൊക്കെയുണ്ട്. അപ്പം നമ്മൾ ബിരിയാണി വാങ്ങുമായിരുന്നു. തലശ്ശേരി ബിരിയാണി, ഹൈദരാബാദ് ബിരിയാണി ഉണ്ടായിരുന്നു. ദിവ്യ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും മോളിൽ പോയിട്ട് കണ്ടിന്യൂ ഷോപ്പിംഗ്. Bye bye. Okay, bye. So, നമ്മൾ അടിമാലി പാലത്തോടെ പോകണം. ഓക്കെ,
എന്നിട്ട് രാവിലെ നമ്മുടെ അടുത്ത വീട്ടിലെ മറ്റേ വീട്ടിലോട് പോയിട്ട് രാവിലെ മൂന്നാർ പോകുന്ന പരിപാടിയാണ്. കണ്ടറിയാം. നാളെ ലോക്ക്ഡൗൺ ആണെന്നുള്ളൊരു വേറൊരു പ്രശ്നം. റീൽ വരുത് റീൽ യാന KSRTC.
കയറി വാ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളപ്പം കാറി കയറാം. കാറി കയറിക്കൂ. ഇനി എന്നെ എടുക്കാൻ വെച്ചേക്കുക. മൊബൈൽ എടുക്കില്ല. പോയില്ലേ? ചെറുതായി പോയിട്ടുണ്ട്. എടുക്കുന്ന ഐറ്റംസ് നിറയെ இருக்கும். ഡിസ്പ്ലേ ഫുള്ള ക്യാമറ കവറാണ്. അടിപൊളി കോട ഇറങ്ങിയിട്ടുണ്ട്. നല്ല മഴ ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല രസമുള്ള വ്യൂ ആണ്.
இதெல்லாம் பார்க்குறதுக்கு നമ്മളിവിടെ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന സ്ഥലമെല്ലാം ഫുള്ള് കോടമെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും കാണാൻ മേലാത്ത സ്ഥിതിയായിട്ടുണ്ട്. ഇതെല്ലാം ഫുള്ള് ഇത്ര നേരം വളരെ ക്ലിയർ ആയിട്ട് വിസിബിൾ ആയ സ്ഥലമാണ്, ഒന്നും കാണാനില്ല. എന്ത് ചെയ്യുന്നത് பரவாயில்ல, வாட்டர் ரெசிஸ்டன்ட், வாட்டர் ப்ரூஃப். இருக்கா? சாப்பிடலாமா? ஆஃப் பண்ணிட்டா? ஆஃப் பண்ணதுக்கு எடுத்துட்டு வா. அப்படியே வா. கொடை எடுக்கணுமா? எடுத்துக்கலாம். மழை ஜாஸ்தி ஆச்சா? நல்லா பெய்யும். போயிடலாமா? டீ சாப்பிடலாம். போய் எடு, போ, அம்பரல்லா எடு. ചൂട് മൂന്നാർ എങ്ങനെയുണ്ട് ദിവ്യ? മൂന്നാറിൽ എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ടെ? മല ഗ്രീനാണ്, പനിയാണ്. அப்புறம் சிக்கன் ஃப்ரை அடிப்பொடி അടിപൊളിയാണ്. இனிமேல் தான் ஹோட்டலில் போய் பார்க்க போகுது റിസോർട്ട്. നല്ലൊരു ആംബിയൻസ് ആണ്. ഓപ്പൺ ഇട്ടിട്ടുണ്ട് ബിസിനസ്. கட்சியில் போகிறான் பார்த்துக்கோ, பெண் கட்சி போட்டு
സോ ഇതാണ് നമ്മുടെ റൂം. അടിപൊളി റൂമാണ്. ടി വി ഉണ്ട് ഇവിടെ, ചെറിയൊരു ഹോൾ പോലെ സ്പേസ് ഉണ്ട്. അവിടെ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ശേഷം നമ്മുടെ ബെഡ്റൂമിലേക്ക് അനന്തായി കിടക്കുന്നു. അടുത്ത് വേറൊരു ടി വി ഉണ്ട്. നല്ലൊരു സെറ്റപ്പാണ്. ഏറ്റവും അട്രാക്റ്റീവായിട്ട് ഇവിടെ നമുക്ക് തോന്നുന്നത് ഒരു ബാൽക്കണിയാണ്. എനിക്ക് അവിടെ അടിപൊളിയായിട്ട് How was your stay? അടിപൊളി. അടിപൊളി. പീസാണ്. Yeah. എനിക്ക് ഇഷ്ടമല്ല. ഇത് പൈനാപ്പിൾ പൊട്ടിട്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മളിന്ന് 2 ദിവസം എന്താണ് മൺസൂൺ ഗ്രാൻഡ് റിസോർട്ടിലായിരുന്നു. അടിപൊളിയായിരുന്നു, നല്ല വ്യൂ ഒക്കെ ഉള്ള. ഇന്നലെ ലോക്ക്ഡൗൺ ആയിട്ട് ഒരു ദിവസം അങ്ങനെ ടോട്ടൽ 2 ദിവസം. ഇന്നിപ്പോൾ ജസ്റ്റ് കുറച്ച് നേരം മൂന്നാറിൻ്റെ പരിസരവാസികളൊക്കെ വെറുതെ കാറുമായിട്ടൊന്ന് കറങ്ങി തിരിച്ച് വീട്ടിൽ പോകുന്ന പരിപാടിയാണ്. എന്തോ അടിപൊളി ഹോട്ടല്. അടിപൊളി ഹോട്ടല്. നമുക്ക് എന്തെങ്കിലും അവിടെ മുകളിലൊക്കെ പോയി ഫോട്ടോസൊക്കെ എടുത്ത് നല്ല കാറ്റാണ്. നല്ല കാറ്റാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇവിടെ നിൽക്കുമ്പോഴേ നമ്മൾ ഈ ഇവിടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഇങ്ങോട്ടൊന്നും കാറ്റടിക്കണം. നമുക്ക് പാരലായിട്ട് കാറ്റ് ആ വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാറ്റിൻ്റെ എഫക്റ്റ് നമുക്കില്ല, എന്നാൽ കാറ്റിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതൊരു നല്ല വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനായിട്ട് തോന്നി. ഇപ്പോൾ നമ്മൾ റൂമിലാണെങ്കിൽ പോലും ജനൽ തുറന്നിട്ടാണ് നമ്മുടെ കാറ്റ് അകത്തേക്കൊന്നും കയറുന്നില്ല. പക്ഷേ കാറ്റിൻ്റെ സൗണ്ടും തണുപ്പും എല്ലാം ഉള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. കുറച്ച് ഉള്ളിലേക്ക് കയറിയിട്ടാണ് തോന്നുന്നു ഈ ഹോട്ടൽ. പക്ഷേ നല്ല എക്കണോമിക് ആയിട്ടുള്ളൊരു പ്രൈസിനും സൗകര്യമൊക്കെ വെച്ച് ഞാൻ വളരെ ഹാപ്പിയാണ്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡീലാണ് തോന്നുന്നത്. 2500 രൂപയ്ക്ക് ഇതുപോലൊരു സ്യൂട്ട്. അപ്പോൾ ശരി, ഇനി നമുക്ക് വേറെ ബാക്കി സ്ഥലങ്ങളിലേക്കൊക്കെ പോവാം. ബൈ ബൈ. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് 2 ദിവസം കൂടി ഉള്ളൂ. സ്ഥലത്തിൻ്റെ പേരെന്താ? സൂപ്പർ വ്യൂ. ഇടുവാ നടന്ന് വാ. എന്താ മൊക്കയാണ് പോസ്റ്റ്. പാത്ത് വാ.
ஓய் இங்கே தான் வெயில் வருது. பள்ளிவாசல் ஜலவைகுண்டம். ஐயோ அது வைடாக தான் இருக்கு. வைடு மோடு தான். അത്രയും ക്ലോസ് ആയിട്ട് അതിനകത്ത് വന്നു കഴിഞ്ഞാൽ കാണണം. ഉണ്ട് ഉണ്ട് அந்த சுமர அந்த வாழை எடுத்துட்டு எனக்கு தெரியவே தெரியாது. உனக்கெல்லாம் சத்திரம் பிஹெச்டி நீ காசு கொடுத்து வாங்கிட்டே இல்லை கிடைச்சதா? என்ன கேமரா ரிசர்ச்சா பண்ணேனா காமன் சென்ஸ் தானே. டாக்டர் ஃபிலாசபி தானே எடுத்துட்டேன். நிறைய பேர் എനിക്കത് ஓகே ஆஃப் பண்ணு. പൊക്കോ പൊക്കോ போய் கோலடி. പൊക്കോ പോയിക്കട ഇനി மலையாளம் அப்படியே வருது சரளமா. மலையாளம் அப்படியே சரளமா வருது. சரளமா வருதா? சரளக்கூட வருது. சரளக்கூட வருது. இங்க இங்க வச்சுக்கலாம். போதும் நல்லா இடம் வரும்போது வச்சுக்கோ. अरे वेट ஓகேவா?
മാസ്ക് വേണം കഴുത്തിടും. വഴിയെല്ലാം ഭയങ്കര ദുർഘടമാണ്. ഗ്രാമത്തിനെ സംബന്ധിച്ച് നല്ല ടൈറ്റാണ്. ചേട്ടാ ഇതിൻ്റെ വീഡിയോ എടുക്കാം കേട്ടാ. ആ ഓ 100 രൂപ ചാർജ് എടുക്കാം. എന്നാ ദിവ്യ അതിൽ அப்படியே பிடிச்சா போதும். கீழே போட்டுங்க. ഫീഡിംഗ് ഉണ്ട്.
സന്തോഷേട്ടാ സന്തോഷേട്ടാ ഗസ്റ്റ് ഇറങ്ങി വാങ്ങ വാങ്ങ പോര് പോര് 100 കൊടുക്കും. ഇപ്പം ഓഫ് ആ ഓഫാണ് വരാതെ ಚೆನ್ನಾಗಿದೆ ಪಾತೆ ಏನು ഇപ്പം നമ്മൾ പറഞ്ഞ വിഷയം സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. ഇതിന് മുന്നേ 2 തവണ മൂന്നാർ വന്നെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ടോപ്പ് സ്റ്റേഷനിലേക്ക് അല്ലേ? ആണോ? എത്തി ഇരിക്കുക മൂന്നാർ.
നമ്മൾ ടോപ്പ് സ്റ്റേഷനിൽ വന്നതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ നിന്നുള്ള വഴി മുഴുവൻ ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം ഫുള്ള് റോഡ് പണി നടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് നടക്കണം, രണ്ടുപേരും കൂടെ നടക്കുക. ഒരു വണ്ടിക്കും പോകാൻ പറ്റില്ല. നട്ടം വരെ നെറ്റിൽ കുത്തിയിട്ടൊക്കെയാണ്. ഫസ്റ്റ് അതിപ്പോൾ സോ നമ്മളങ്ങനെ ടോപ്പ് സ്റ്റേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ തമിഴ്നാട് ബോർഡറാണ് മനസ്സിലാക്കുന്നത്. തമിഴ്നാട് ഗവൺമെൻറ്റിലേക്കാണ്. അടിപൊളി സ്ഥലമാണ്. നല്ല കാറ്റുണ്ട്. നല്ല ഹൈറ്റിലാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ചെറിയൊരു അടിപൊളി താഴെ പോയിട്ടുണ്ട്. ഒരുപാട് അടികൾ പോകുന്നുണ്ട്. അതാണ് ഇതിനൊക്കെ അതൊക്കെ ഫുള്ള് എടുക്കുന്നത്. ഫസ്റ്റ് ഇവിടെ ചെന്നാലും കാണാം. ಅದು ಮಾಡಿ ಯಾರು ತಾನೆ ಕರ್ನಾಟಕ അടിപൊളി വ്യൂ ആണ്. ഇതിൻ്റെ ഹിസ്റ്ററി എന്താണ്, ഏത് മലയൊന്നും അറിയത്തില്ല. പക്ഷേ ഞാൻ പഠിച്ചിട്ടൊന്നും വരാനുള്ള സമയം അറിയത്തില്ല. പക്ഷേ ഒക്കെ അടിപൊളി മലയാണ്. പക്ഷേ അടിപൊളി വ്യൂ ആണ്. ആ പോ, നീ ഏതാച്ചും പണം. സോ നമ്മളിപ്പോൾ ടോപ്പ് സ്റ്റേഷൻ്റെ അടുത്ത് താഴെ ഇറങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം, നമ്മുടെ ചേട്ടൻ പൈനാപ്പിളിൻ്റെ പ്രശ്നം ആദ്യം നമ്മൾ വേണ്ടെന്നൊക്കെ പറഞ്ഞാൽ 20 രൂപയുള്ളൂ. 20 രൂപയ്ക്ക് അത്യാവശ്യം കുറേ കാര്യങ്ങൾ പുള്ളി കാണിച്ചു തന്നു. ഒന്ന് കോഴിക്കോട് കാണിച്ചു തന്നു, ഈശപ്പുരിമലയിലുള്ള എസ്റ്റേറ്റ് കാണിച്ചു തന്നു. പിന്നെ ഇവിടെയുള്ള വാട്ടർഫാൾസ് നല്ല ക്ലോസ് ആയിട്ട് നമുക്ക് വെള്ളം ചാടുന്ന നടക്കാൻ കാണാൻ പറ്റും. പിന്നെ 2 ആദിവാസി കോളനി 100 വർഷം പഴക്കമുള്ള മുസ്ലിം പള്ളി കാണിച്ചു തന്നു. പിന്നെ ഒരു മാൻ ദൂരെ നിന്ന് കാണിച്ചു തന്നു. ദൂരെ കമ്പത്തെ നമ്മുടെ ആ അടുത്ത് ഈ കൈ നല്ല കൈ ചൂണ്ടുന്ന സ്ഥലത്താണ് നമ്മുടെ വാട്ടർഫോൾസ് ഉള്ളത്. അത് നല്ല രസമായിട്ട് കാണാൻ പറ്റും. അതുപോലെ ഇവിടെയാണ് ഇപ്പം നമ്മുടെ ട്രൈബൽ വില്ലേജ് ഉള്ളത്. അടുത്ത ട്രൈബൽ വില്ലേജ് ഉള്ളത് ഇവിടെയാണ് ഉള്ളത്. പിന്നെ അങ്ങ് ദൂരെ കാറ്റാടിപ്പാടമുണ്ട്, കമ്പൻ തേനി കാറ്റാടിപ്പാടം ഇപ്പോഴാണ്. അതുപോലെ ഇവിടെ ഒരു മാനം കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഒരു മുസ്ലിം പള്ളി, 100 കൊല്ലം പഴക്കമുള്ള മുസ്ലിം പള്ളി ഈ ഭാഗത്തായിട്ട് കാണിച്ചിട്ടുണ്ട്. സോ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മുടെ ഈ ഇവിടെയുള്ള ബൈനോക്കുലറുകളിലെ കാര്യം മിസ് ചെയ്യേണ്ട. ഞാനും ദിവ്യം കണ്ട് ഇത് അടിപൊളിയല്ലായിരുന്നു, നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. തൊട്ടടുത്ത് അങ്ങ് അവിടെ ട്രൈബൽ വില്ലേജൊക്കെ നോക്കി നമ്മുടെ ആൾ നടക്കും. ശരി. സോ നമ്മളിപ്പോൾ ഈ മല സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ആ മലയിൽ കൂടെ ഒരു വഴി ഇങ്ങനെ സിക്സാഗായിട്ട് ബോർഡിൽ കാണാൻ പറ്റും. ആ വഴിയാണ് തമിഴ്നാട്ടിൽ നിന്നും ഈ കൊഴുക്കുമല അല്ലെങ്കിൽ മീശപ്പുലി മലയിലേക്ക് കയറാനുള്ള വഴി എന്ന് പറയുന്നത്. അപ്പോൾ ആ വഴിയിൽ കൂടെയാണ് കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുന്നേ കുറേ യാത്രക്കാർ ട്രക്കിങ്ങിന് പോയിട്ട് തീപിടുത്തമുണ്ട്. ഈ ഭാഗത്താണ് തീപിടുത്തത് കാണിച്ചു അങ്ങനെ ആൾക്കാർ മരിക്കുന്നുണ്ടായി. അതിനുശേഷം ആ ട്രക്കിംഗ് റൂട്ട് അടച്ചിട്ടുണ്ട്. ഞാൻ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും നമുക്ക് ഈ പറയുന്ന മീശപ്പുലി മലയിലൊന്നും പോകാനുള്ള
നമുക്ക് പിന്നീട് ഒരിക്കലാവാം. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ശരി, ബൈ ബൈ. സമയം 3 മണിയായി. ഇപ്പോൾ തിരിച്ചു പോയി കഴിഞ്ഞാലാണ് വൈകിട്ട് 9 മണിയോടെയെങ്കിലും നമുക്ക് തൃശ്ശൂർ എത്താൻ പറ്റുള്ളൂ. അപ്പം ഉള്ള നേരത്തെ സ്ഥലം കാര്യമൊക്കെയാണ്. ഓക്കെ, ബൈ. സ്ഥലമൊക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം നോക്കിയിട്ട് ഇവിടെ ഭയങ്കരമായിട്ട് പൊല്യൂട്ടഡ് ആണ്. ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. കാണാൻ പറ്റും. ഇത്തരം ബ്യൂട്ടിഫുൾ ആണെങ്കിലും ഇവിടെ എല്ലാം ഈ പ്ലാസ്റ്റിക്കും ബിയർ ബോട്ടിലും ഫുഡ് വേസ്റ്റും അതിലൊക്കെ ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം ആക്ച്വലി അടുത്ത മഴയിൽ താഴെ എത്തും. അതിനുശേഷം ഈ പറയുന്ന മാനം അതും ഇതൊക്കെ തിന്നാവുന്നതായിരിക്കും. അറിയില്ല ഇതെങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന്. കുത്തിയൊക്കെ ആരെ വരുന്നത് ഒരു തരത്തിലുള്ള വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആണ്. അപ്പം തമിഴ്നാട് ഗവൺമെൻറ് ഇക്കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം. ഇത്ര നല്ലൊരു സ്ഥലം നമ്മൾ ഇതിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ ഒരു ചെറിയ പ്ലാസ്റ്റിക് ആണെങ്കിൽ പോലും അത് ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് ചെറിയൊരു സാധനമാണെങ്കിൽ പോലും ക്ലിയർ ചെയ്യാനുള്ള എഫേർട്ട് എന്ന് പറയുന്നത് അൺബിലീവബിൾ ആയിരിക്കും. കാരണം ഫുൾ ഒക്കെ പോലുള്ള സ്ഥലമാണ്. ഇവിടെ നിന്ന് ആരും ഇങ്ങനെ കയറി ഇത് ക്ലിയർ ചെയ്യണം. പ്ലാസ്റ്റിക് ആണെങ്കിൽ നമുക്ക് പുറത്ത് കിട്ടാം. അപ്പോൾ വെരി ഡിസപ്പോയിൻറ്റിംഗ്. അല്ല ദിവ്യ, കമൻറ്റാണ് പറയാൻ മാറ്റിയ പേരെന്താ ചൊല്ല മാറ്റേ? ക്യാമറ എടുക്കുന്ന സമയം എന്നാണ് നമ്മൾ ടോപ്പ് സ്റ്റേഷൻ കഴിഞ്ഞ് തിരിച്ചു വന്ന പരിപാടിയാണ്. നേരെ കോളാമ്പലം തൃശ്ശൂർ ഏകദേശം 9-10 മണിക്ക് എത്തുമെന്ന് വിചാരിക്കുന്നു. വേറെ ട്രാഫിക് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ. സോ ബേസിക്കലി നാളെ ഇതിന് ശേഷം ഫോട്ടോഷൂട്ട് 31-ന്. പിന്നെ 1-ാം തീയതി മിക്കവാറും ദിവ്യയുടെ പേരൻസ് വരുമായിരിക്കും. 2-ാം തീയതി രാത്രി ദിവ്യ തിരിച്ച് പോവുകയാണ്. സോ അതിന് ശേഷം അപ്പോൾ ശരി, ബൈ ബൈ. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്. എവിടെയൊക്കെ പോകണമെന്നൊക്കെ പറഞ്ഞാൽ 60 കിലോമീറ്റർ. ഒന്ന് ക്യാമറ കൂടി കുറേ നാൾ ആഗ്രഹമാകുന്നത് കാട്ടാനെ കാണണമെന്ന്. ഓടി വന്നാൽ കാണാം.